സോ ഞാനിവിടെ ജോയിൻ ചെയ്ത ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഇന്റർവ്യൂവിന് കോൾ വന്നിട്ടുണ്ടായിരുന്നു HCLന്. ഒരു MNCയിൽ ഒരു കാരിയർ ആണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ ധൈര്യപൂർവ്വം EME ചൂസ് ചെയ്യാൻ പറ്റും. ഹായ്, എൻ്റെ പേര് ഹരിശങ്കർ. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാൻ റീസെന്റ് HCL ടെക്കിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട് SAP കൺസൾട്ടന്റ് ആയിട്ട്. ഞാൻ ഓൾറെഡി MBA കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 1.5 കൊല്ലം ഞാൻ വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഒരു കാരിയർ ചേഞ്ച് വേണമെന്നുള്ള ഒരു ഫീൽ വന്നത്. അങ്ങനെയാണ് ഞാൻ SAPയിലേക്ക് ഒരു കാരിയർ പാത്ത് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് SAP ചൂസ് ചെയ്യുമ്പം എനിക്ക് മൈൻഡിൽ ഫസ്റ്റ് വന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലേസ്മെന്റ് ആയിരുന്നു ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ EMEയിൽ കമ്പാരിറ്റീവ്ലി ഹൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മുമ്പ് പഠിച്ചിരുന്ന സ്റ്റുഡൻസിന്റെ നിന്നും എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ എഡ്യൂക്കേഷൻ മാത്രമല്ല കൾച്ചറൽ ആക്ടിവിറ്റീസിലും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ ആയാലും അതേപോലെ തന്നെ ടൂർണമെന്റ്സ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഒരു മോട്ടിവേഷനും അല്ലെങ്കിൽ ഒരു സ്ട്രെസ് റിലീഫ് ആയിട്ട് നമുക്ക് സർട്ടിഫിക്കേഷന്റെ കൂടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാനിവിടെ ജോയിൻ ചെയ്ത ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഇന്റർവ്യൂവിന് കോൾ വന്നിട്ടുണ്ടായിരുന്നു HCLന്. സോ ഇവിടുന്ന് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആണെങ്കിലും ഇവർ മോക്ക് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്ലേസ്മെന്റ് ആയിട്ട് ആണെങ്കിലും നമ്മളെ ട്രെയിനേഴ്സ് ആണെങ്കിലും അവർ എല്ലാ കാര്യത്തിനും ഡോക്യുമെന്റേഷനും എല്ലാ കാര്യത്തിനും അവർ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. സോ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു പ്ലേസ്മെന്റ് എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ നിങ്ങൾക്ക് ഒരു കാരിയർ, ഒരു MNCയിൽ ഒരു കാരിയർ ആണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ ധൈര്യപൂർവ്വം EME ചൂസ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് അത്രമാത്രം കോൺഫിഡൻസും എക്സ്പീരിയൻസും ആണ് EMEയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. സോ താങ്ക് യു EME.